റൂൾ ഓഫ് തേർഡ്സ് എന്താണെന്ന് പലർക്കും അറിയാമെങ്കിലും അതെങ്ങനെയാണ് ഫോട്ടോ എടുക്കുമ്പോൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയത്തില്ല. അപ്പോൾ പല ടൈപ്പ് ഫോട്ടോഗ്രാഫിയിൽ, അതായത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി, പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി, അങ്ങനെ പല ടൈപ്പ് ഫോട്ടോഗ്രാഫിയിൽ എങ്ങനെയാണ് റൂൾ ഓഫ് തേർഡ്സ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് റൂൾ ഓഫ് തേർഡ്സ്? റൂൾ ഓഫ് തേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫ്രെയിമിനെ 9 ഈക്വൽ പാർട്സ് ആയിട്ട്, അതായത് 2 ഹൊറിസോണ്ടൽ ലൈനും 2 വെർട്ടിക്കൽ ലൈനും യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫ്രെയിമിനെ നമ്മൾ 9 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ലൈൻസ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു 4 പോയിന്റ്സ് ഉണ്ട്. ഈ ഇന്റർസെക്ഷൻ പോയിന്റ്സ് അറിയപ്പെടുന്നത് പവർ പോയിന്റ്സ് എന്നാണ്. അപ്പോൾ ഈ പവർ പോയിന്റ്സിൽ നമ്മൾ നമ്മുടെ സബ്ജക്റ്റിനെ, മെയിൻ സബ്ജക്റ്റിനെ ഫോട്ടോയിലോ അല്ലെങ്കിൽ വീഡിയോയിലോ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഡിയൻസിന്റെ ഫോക്കസ് ഓട്ടോമാറ്റിക്കലി ആ പോയിന്റിലേക്ക് പോകുന്നതാണ്. ഇതാണ് റൂൾ ഓഫ് തേർഡ്സ് എന്ന് പറയുന്നത്. നമ്മളങ്ങനെ നമ്മുടെ മെയിൻ സബ്ജക്റ്റിനെ ഈ പവർ പോയിന്റ്സിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഇമേജിന് കൂടുതൽ ബാലൻസും ഒരു ഹാർമണിയൊക്കെ വരുന്നതാണ്. മെയിൻ സബ്ജക്റ്റിനെ നമ്മൾ സെന്ററിൽ പ്ലേസ് ചെയ്യുന്നതിലും നല്ലത് ഒരു ഇന്റർസെക്ഷൻ പോയിന്റിൽ അല്ലെങ്കിൽ ഈ പവർ പോയിന്റ് പ്ലേസ് ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതലായിട്ട് ഒരു ഡൈനാമിക് ഫീൽ നമ്മുടെ ഇമേജിന് കിട്ടും. ഇനി ഈ റൂൾ ഓഫ് തേർഡ്സ് ഓരോ ടൈപ്പ് ഫോട്ടോഗ്രാഫിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയിൽ എങ്ങനെയാണ് റൂൾ ഓഫ് തേർഡ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഒരു സൺസെറ്റിന്റെ ഫോട്ടോ ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ടോപ്പ് ലൈനിൽ ഹൊറൈസൺ പ്ലേസ് ചെയ്യണം. നമ്മൾ ഫോട്ടോ എടുക്കുന്ന സ്ഥലത്ത് സൺസെറ്റ് കാണാൻ കൂടുതൽ ഭംഗിയുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ആകാശമൊക്കെ കാണാൻ നല്ലതാണെങ്കിൽ നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ട് പ്ലേസ് ചെയ്യണമെന്നില്ല, ലോവർ തേർഡിൽ നമ്മുടെ ഫോർഗ്രൗണ്ട് വരുന്നതായിട്ട് പ്ലേസ് ചെയ്യുന്നതാണ് അങ്ങനെയുള്ളപ്പോൾ നല്ലത്. ഇനി നേരെ തിരിച്ച് നമ്മുടെ ഫോർഗ്രൗണ്ട് കാണാനാണ് കൂടുതൽ ഭംഗിയെങ്കിൽ ഫോർഗ്രൗണ്ട് ആ ഇമേജിൽ കൂടുതലായിട്ട് വരുന്ന പോലെ, അതായത് ലോവർ തേർഡിൽ നമ്മൾ ഫോർഗ്രൗണ്ടിനെ പ്ലേസ് ചെയ്യാതെ സൺസെറ്റ് അല്ലെങ്കിൽ സ്കൈ മുകളിലായിട്ട് പ്ലേസ് ചെയ്തിട്ട് ബാക്കിയുള്ള പാർട്ടിൽ നമ്മുടെ ഫോർഗ്രൗണ്ട് എലമെന്റിനെ പ്ലേസ് ചെയ്യുക. ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ റൂൾ ഓഫ് തേർഡ്സ് അപ്ലൈ ചെയ്തേക്കുന്ന കുറച്ച് ഇമേജസിന്റെ എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഐഡിയ കിട്ടുന്നതാണ്. ഇനി പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയിൽ എങ്ങനെയാണ് റൂൾ ഓഫ് തേർഡ്സ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പോർട്രേറ്റ് എടുക്കുമ്പോൾ ആ പേഴ്സന്റെ 2 കണ്ണും ടോപ്പ് തേർഡിലുള്ള ലൈനിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. ക്ലോസപ്പ് ഷോട്ട് എടുക്കുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഫുൾ ബോഡി ഷോട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെഡ്, ആ പേഴ്സന്റെ, നമ്മുടെ സബ്ജക്റ്റിന്റെ ഹെഡ് ആ ടോപ്പ് തേർഡ് ലൈൻ വരുന്ന പോലെയാണ് പ്ലേസ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഏതെങ്കിലും സൈഡിലേക്ക് ഫേസ് ചെയ്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സൈഡിൽ കുറച്ചും കൂടി ഒരു സ്പേസ് ഇടുക. അതായത് നമ്മുടെ സബ്ജക്റ്റ് ഇപ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിനെ ലെഫ്റ്റ് പ്ലേസ് ചെയ്തിട്ട് റൈറ്റിലേക്ക് കുറച്ച് സ്പേസ് നമ്മൾ ലീവ് ചെയ്യുക. ഇനി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ റൂൾ ഓഫ് തേർഡ്സ് അപ്ലൈ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഒരു ബേർഡിൻ്റെ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഏതെങ്കിലും ഇന്റർസെക്ഷൻസിൽ പവർ പോയിന്റ്സിൽ പ്ലേസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ചുറ്റുമുള്ള ഫ്രെയിം ലാൻഡ്സ്കേപ്പോ വാട്ടറോ അങ്ങനെയുള്ള എലമെന്റ്സ് വെച്ചിട്ട് ആ ഫ്രെയിം ഫില്ല് ചെയ്യുക. ഇതിപ്പോൾ മൂവ് ചെയ്യുന്നില്ലാത്തൊരു ബേർഡിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഈ മൂവ്മെന്റിലുള്ള ബേർഡ്, അതായത് ഫ്ലൈറ്റിലുള്ള ബേർഡ് ആണെങ്കിൽ അതിപ്പോൾ ഏത് ഡയറക്ഷനിലോട്ടാണോ മൂവ് ചെയ്യുന്നത് ആ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ നമ്മൾ സ്പേസ് ലീവ് ചെയ്യുക. ഒരു എക്സാമ്പിളും കൂടെ പറയുവാണെങ്കിൽ, ഇപ്പോൾ ഒരു പ്രെഡേറ്റർ ഒരു പ്രേനെ ഹണ്ട് ചെയ്യുന്ന ഒരു ഇമേജ് ആണ് വെക്കുക. അങ്ങനെ ഒരു ഇമേജിൽ നമ്മൾ പ്രെഡേറ്ററിനെ സെന്ററിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണ് നമ്മുടെ പ്രേ മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലേക്ക് ഫോക്കസ് വരുന്ന രീതിക്ക് നമ്മൾ പ്ലേസ് ചെയ്യുക. ഇനി ആർക്കിടെക്ചറൽ ഫോട്ടോഗ്രാഫിയിൽ നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ലൈൻസ് നമ്മൾ ഈ റൂൾ ഓഫ് തേർഡ്സിലെ ഹൊറിസോണ്ടൽ ലൈനിലും വെർട്ടിക്കൽ ലൈനിലും അലൈൻ ചെയ്തിട്ട് വേണം പ്ലേസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു ടോൾ ബിൽഡിങ്ങിന്റെ ഫോട്ടോ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു വെർട്ടിക്കൽ ലൈനിൽ ബിൽഡിങ്ങിനെ പ്ലേസ് ചെയ്യുക. അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ലൈനിൽ എന്തെങ്കിലും ഒരു ട്രീയോ അല്ലെങ്കിൽ ഒരു എലമെന്റ് ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇമേജിന് കുറച്ചും കൂടി ഒരു ബാലൻസ് കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയിൽ ഒരാൾ നടന്നു പോകുന്നതാണ്, സ്ട്രീറ്റിൽ കൂടെ നടന്നു പോകുന്നതാണ് നമ്മൾ ഫോട്ടോഗ്രാഫി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ ഒരു വെർട്ടിക്കൽ ലൈനിൽ ഈ ഇന്റർസെക്ഷൻ പോയിന്റ്സിന്റെ ഒരു വെർട്ടിക്കൽ ലൈനിൽ പ്ലേസ് ചെയ്യുക. ബാക്കി വരുന്ന ഏരിയയിൽ നമ്മളിപ്പം ഷോപ്സോ അല്ലെങ്കിൽ വേറെ ആൾക്കാർ അതുവഴി നടക്കുന്നതൊക്കെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിൾ കൂടെ നോക്കുകയാണെങ്കിൽ, ഒരു സ്ട്രീറ്റ് പെർഫോമർ ഇപ്പോൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ അയാളെ നമ്മൾ ഒരു ഇന്റർസെക്ഷൻ പോയിന്റിൽ പ്ലേസ് ചെയ്യുക. ബാക്കിയുള്ള സ്പേസിൽ, ബാക്കിയുള്ള ഫ്രെയിമിൽ നമ്മൾ സറൗണ്ടിങ്സോ അല്ലെങ്കിൽ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോ ഉണ്ടെങ്കിൽ അവരെ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ആ ഫ്രെയിം ഫില്ല് ചെയ്യുക. ഇനിയിപ്പോൾ മാക്രോ ഫോട്ടോഗ്രാഫിയിൽ ഒരു ലീഫിൽ ഒരു ഡ്യൂ ഇരിക്കുന്നതാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നതെന്ന് വെക്കുക. അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ആ ഡ്രോപ്പിനെ ഏതെങ്കിലും ഒരു ഇന്റർസെക്ഷൻ പോയിന്റിൽ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ബാക്കി ഫ്രെയിം നമ്മൾ ആ ലീഫ് വെച്ച് ഫില്ല് ചെയ്യുക. ഇനി സ്റ്റിൽ ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ നമ്മളൊരു ബൗൾ ഓഫ് ഫ്രൂട്ട് ആണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബൗളിനെ നമ്മൾ ഒരു ഇന്റർസെക്ഷൻ പോയിന്റിൽ പ്ലേസ് ചെയ്യുക. എന്നിട്ട് അതിനെ സറൗണ്ട് ചെയ്ത് നമ്മൾ ഫ്രൂട്ട്സ് അറേഞ്ച് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോയ്ക്ക് ഒരു ബാലൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ റൂൾ എപ്പോഴാണ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ സിമെട്രിക്കൊക്കെ കൂടുതൽ ഫോക്കസ് വരുന്ന ഇമേജസ്, അതായത് ഇപ്പോൾ ആർക്കിടെക്ചറൽ ഫോട്ടോഗ്രാഫിയിലൊക്കെ ആണെങ്കിൽ ബിൽഡിങ്സ് സിമെട്രിക്കലി അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും കാണാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മളിപ്പം റൂൾ ഓഫ് തേർഡ്സ് ഫോളോ ചെയ്യാതെ സിമെട്രിക്കലി അറേഞ്ച് ചെയ്യുന്നതാണ് ആ ഫോട്ടോഗ്രാഫിന് കൂടുതൽ ഭംഗി നൽകുന്നത്. ചില സിറ്റുവേഷൻസിൽ സെൻട്രൽ ഫോക്കസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴും നമ്മൾ ഈ റൂൾ ഓഫ് തേർഡ്സ് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ് റൂൾ ഓഫ് തേർഡ്സ്, എങ്ങനെയാണ് പല ടൈപ്പ് ഫോട്ടോഗ്രാഫിയിൽ റൂൾ ഓഫ് തേർഡ്സ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ സേഫ് ആൻഡ് ടേക്ക് കെയർ ഗൈസ്.